നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 26, രാജ്യം സന്തോഷത്തിന്റെ കൊടുമുടിയിൽ ഏറി നിൽക്കുന്ന ദിനം. 75ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് രാജ്യം തയ്യാറായി കഴിഞ്ഞു. കർത്തവ്യപഥിൽ രാവിലെ 10:30 മുതൽ 12:10 വരെ നടക്കുന്ന പരേഡിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ആണ് വിശിഷ്ട അതിഥി. ഇത്തവണത്തെ പരേഡിൽ പതിവിലും വ്യത്യസ്തമായൊരു പ്രത്യേകത കൂടിയുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇത്തവണ അണിനിരക്കുന്നവരിൽ 80% വനിതകളാണ്. പരേഡിൽ അണിനിരക്കുന്ന 90 അംഗ ഫ്രഞ്ച് സേനാ സംഘത്തിനു പുറമെ ഫ്രാൻസിന്റെ 2 റാഫേൽ യുദ്ധവിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനങ്ങളും ഫ്ലൈ പാസ്റ്റ് നടത്തും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിനു കീഴിൽ 100 വനിതകൾ ചേർന്നൊരുക്കുന്ന ശംഖുനാഥത്തോടെയാണ് പരേഡ് ആരംഭിക്കുക. കരസേന മേജർ സൗമ്യ ശുക്ല ദേശീയ പതാക ഉയർത്തും. കര, നാവിക, വ്യോമസേനകളിൽ നിന്നുമുള്ള വനിതാ ഓഫീസർമാരുടെ സംഘം ആദ്യമായി ഒന്നിച്ച പരേഡിൽ മാർച്ച് ചെയ്യും. T-19 ടാഗ് മിസൈൽ, പിനാക്ക റോക്കറ്റ് ലോഞ്ചർ, കരയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കുന്ന മധ്യദൂര മിസൈൽ എന്നിവ രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തിന്റെ അടയാളമായി പരേഡിൽ അണിനിരക്കും. പുരുഷന്മാരും വനിതകളും ഉൾപ്പെട്ടതായിരിക്കും BSF സംഘം. ഡൽഹി പോലീസ് സംഘത്തെ മലയാളികളും നോർത്ത് ഡൽഹി ഡെപ്യൂട്ടി കമ്മീഷണറുമായ ശ്വേത കെ സുഗതൻ നയിക്കും. CRPF, SSB, ITBP എന്നിവയിൽ നിന്നുമുള്ള വനിതാ സേനാംഗങ്ങൾ ബൈക്ക് അഭ്യാസ പ്രകടനം നടത്തും. 16 സംസ്ഥാനങ്ങളുടെ അടക്കം 26 ഫ്ലോട്ടുകളാണുള്ളത്. ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഫ്ലോട്ടാണ് UP അവതരിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നടക്കുന്ന വ്യോമസേനയുടെ ഫ്ലൈ പാസ്റ്റിൽ 51 വിമാനങ്ങൾ പങ്കെടുക്കും. വിമാന പൈലറ്റുമാരിൽ 15 പേർ വനിതകളാണ്. രാജ്യത്തിന്റെ എല്ലാ ദിക്കിലേക്കുമുള്ള വൈവിധ്യങ്ങളിൽ നിന്നും ഓരോ തുള്ളി ഒഴുകിയെത്തി ജനുവരി 26 കർത്തവ്യപഥിലൂടെ ഒരു കടലായി ഒഴുകും. 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ് നടക്കുന്നത്. പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ 24 കഴിഞ്ഞ സാംസ്കാരിക വൈവിധ്യവും സൈനിക കരുത്തും ദൃശ്യമാകുന്ന പരേഡിൽ ഇത്തവണ രാജ്യത്തിന്റെ നാരീശക്തിയാണ് പ്രതിഫലിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ ഉൾപ്പെടെ പരേഡിൽ പങ്കെടുക്കുന്നവരിൽ 80% വനിതകൾ. വിവിധ സൈനിക, അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ പരേഡ് നയിക്കുന്നതും വനിതാ ഓഫീസർമാർ തന്നെ. നായികാ നിരയിൽ ഒട്ടേറെ മലയാളി വനിതകളും ഉണ്ടെന്നാണ് ഇത്തവണത്തെ കേരളത്തിന്റെ അഭിമാനം. 1947 ഓഗസ്റ്റ് 45 ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇന്ത്യ പൂർണ്ണ ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് മാറിയത് റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള സമിതി തയ്യാറാക്കിയ കരടിന് 1949 നവംബർ 26 ഭരണഘടനാ സമിതി അംഗീകാരം നൽകി. 1950 ജനുവരി 26 നിലവിലും വന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ കർത്തവ്യപഥിൽ ആഘോഷിക്കുന്നതിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. ജനുവരി 26 രാവിലെ ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം സമർപ്പിക്കുന്നതോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ തുടക്കം മുൻപ് രാജ്പഥ് എന്നറിയപ്പെട്ടിരുന്ന ഈ വീതിയിലായിരുന്നില്ല. 1950 മുതൽ 1954 വരെ ഡൽഹിയിലെ പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷം നടന്നിരുന്നത്. ഇർവിൻ സ്റ്റേഡിയം, ചെങ്കോട്ട, രാംലീല മൈതാനം എന്നിവിടങ്ങളിലായിരുന്നു ഈ വർഷങ്ങളിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നിരുന്നത്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള ഭാഗമാണ് കർത്തവ്യപഥ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കിങ് സേവ എന്നായിരുന്നു പേര്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് രാജ്പഥ് ആയി പരിഷ്കരിക്കപ്പെട്ടു. ചരിത്രത്തിലെ തന്നെ നിർണായക സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ ഈ പാതയുടെ ബ്രിട്ടീഷ് പാരമ്പര്യം അടിമുടി തുടച്ചു മാറ്റാൻ വേണ്ടിയാണ് കർത്തവ്യപഥ് എന്ന പേര് മാറ്റിയത്. ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ പ്രകടനം കൂടിയാണ് കർത്തവ്യപഥിലൂടെ കടന്നു പോകുന്നത്. 26 കടന്നു പോകുന്ന പരേഡ് 3 സേനാ വിഭാഗങ്ങൾക്കും അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കും പുറമെ NCC, NSS കേഡറ്റുകളും ഡൽഹി പോലീസും സൈനിക ബാൻഡുകളും പങ്കെടുക്കും. അത്യാധുനിക ആയുധങ്ങളുടെയും ടാങ്കറുകളുടെയും പ്രദർശനമുണ്ടാകും. 16 സംസ്ഥാനങ്ങളുടെ പ്ലോട്ടുകൾ പരേഡിൽ അണിനിരക്കും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹരിയാന, ജാർഖണ്ഡ്, ലഡാക്ക്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, ഒഡീഷ, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന, ഉത്തർപ്രദേശ് ഇതിനു പുറമെ 9 മന്ത്രാലയങ്ങളുടെ ഫ്ലോട്ടുകളും ഇത്തവണ പരേഡിൽ ഉണ്ടാകും. രാഷ്ട്രപതിയുടെ അംഗരക്ഷകർ ദേശീയ പതാകയെ വന്ദിക്കുന്നതോടെയാണ് തുടക്കം. അംഗസംഘത്തിന്റെ
അകമ്പടിയോടെ രാഷ്ട്രപതി റിപ്പബ്ലിക് ദിന ചടങ്ങുകളിലേക്ക് പങ്കെടുക്കാനെത്തും. പിന്നാലെ 21 ഗൺ സല്യൂട്ടുകളും 25 പോണ്ടേഴ്സ് എന്നറിയപ്പെടുന്ന 7 പീരങ്കികളിൽ നിന്നുമാണ് 3 റൗണ്ടുകളിലുമായി വെടി ഉതിർക്കുന്നത്. ദേശീയഗാനം ആരംഭിക്കുമ്പോൾ ആദ്യ ഗൺ സല്യൂട്ട് മുഴങ്ങും. പിന്നീട് 52 സെക്കൻഡുകൾക്ക് ശേഷമായിരിക്കും 3-ാം റൗണ്ട്. 1941 നിർമ്മിച്ച ഈ പീരങ്കികൾ ഔദ്യോഗിക സൈനിക പരിപാടികളുടെ ഭാഗമാണ്. പരേഡിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ പുലർച്ചെ 2 മണിക്ക് തയ്യാറായി നിന്ന് 3-ന് രാജ്പഥിൽ എത്തണം. കഴിഞ്ഞ ജൂലൈ മുതൽ ആരംഭിച്ച തയ്യാറെടുപ്പുകൾക്കും പരിശീലനത്തിനും ശേഷമാണ് പരേഡ് നടക്കുന്നത്. സൈനിക വിഭാഗങ്ങൾ വിവിധ റെജിമെന്റുകളിലെ പരിശീലനത്തിന് ശേഷം ഡിസംബറിൽ ഡൽഹിയിൽ എത്തി കർത്തവ്യപഥിൽ പരിശീലനം നടത്തും. 600 മണിക്കൂർ പരിശീലനം പൂർത്തിയാക്കിയാണ് ഇവർ 26-ന് പരേഡിന് ഇറങ്ങുന്നത്. കർത്തവ്യപഥിന് മീതെ വെസ്റ്റേൺ എയർ കമാൻഡിന്റെ ഫ്ലൈ പാസും ഉണ്ടാകും. വർണ്ണപ്പുക പറത്തി തലങ്ങും വിലങ്ങും ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ ചീറിപ്പായും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിൽ 100 വനിതകൾ ചേർന്നൊരുക്കുന്ന ശംഖുനാദത്തോടെയാണ് പരേഡ് ആരംഭിക്കുക. വിജയ് ചൌക്കിൽ നിന്നും 9:30 ആരംഭിക്കുന്ന പരേഡിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചാണ് നാഷണൽ മ്യൂസിയത്തിൽ എത്തുന്നത്. കരസേന മേജർ സൗമ്യ ശുക്ല ദേശീയ പതാക ഉയർത്തും. കര, നാവിക, വ്യോമസേനകളിൽ നിന്നുമുള്ള വനിതാ ഓഫീസർമാരുടെ സംഘം ആദ്യമായി ഒന്നിച്ച പരേഡിൽ മാർച്ച് ചെയ്യും. 6 വയസ്സുകാരനടക്കം പ്രധാനമന്ത്രി ബാൽ പുരസ്കാരം നേടിയ 18 പേർ പരേഡിൽ പങ്കെടുക്കും. 16 സംസ്ഥാനങ്ങളുടെ അടക്കം 26 പ്ലോട്ടുകളാണുള്ളത്. കര, നാവിക, വ്യോമസേനകളിലെ സംയുക്ത വനിതാ സംഘത്തിൽ അംഗമായ ഭാര്യയും മൈസൂർ സ്വദേശികളുമായ ക്യാപ്റ്റൻ CT സുപ്രീതയുമാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. NCC കേഡറ്റുകളിലായി ഇവർ 2 പേരും മുൻപും പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്തവണ ആദ്യമായി അഗ്നിവീർ സൈനികരും പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. മലയാളി തിലകം ഒട്ടും കുറവല്ല. ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ ഡൽഹി പോലീസിനെ നയിക്കുന്നത് വനിതയാണ്. അതും തൃശൂർ ചാലക്കുടി സ്വദേശിയും ഡൽഹി നോർത്ത് ഡിസ്ട്രിക്ട് അഡീഷണൽ DCPയുമായ ശ്വേത സുഗതനാണ് 147 അംഗ ഡൽഹി പോലീസ് സംഘത്തെ നയിക്കുന്നത്. CRPF സംഘത്തെ നയിക്കുന്നത് മലയാളിയായ മേഘ നായരാണ്. നാവികസേന സംഘത്തിന്റെ മുൻനിരയിൽ 3 പ്ലാറ്റൂൺ കമാൻഡർമാരിൽ ഒരാൾ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായ H ദേവികയാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ അഭിമാനമായി 12 നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരുമുണ്ട്. നാരീശക്തി റാണി ലക്ഷ്മിഭായ് എന്ന ടീമിലാണ് NSS പരേഡ്. വിവിധ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളുള്ള 40 ലക്ഷം NSS വോളണ്ടിയർമാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 200 പേരാണ് പരേഡിൽ പങ്കെടുക്കുക. മുഖ്യ അതിഥിയായി എത്തുന്നത് ഇമ്മാനുവൽ മാക്രോ ആണ്. കർത്തവ്യപഥിൽ 26-ന് രാവിലെ 10:30 മുതൽ 12:10 വരെ നടക്കുന്ന പരേഡിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ വിശിഷ്ട അതിഥി. പരേഡിൽ അണിനിരക്കുന്ന 90 അംഗ ഫ്രഞ്ച് സേനാ സംഘത്തിന് പുറമെ ഫ്രാൻസിന്റെ 2 റാഫേൽ യുദ്ധവിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനവും ആകാശത്ത് ഫ്ലൈ പാസ് നടത്തും. ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്ന സുർഖാനോ ആയിരുന്നു മുഖ്യാതിഥിയായിരുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക താൽപര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു മുഖ്യാതിഥിയെ ക്ഷണിക്കുന്നത്. കോവിഡ് വ്യാപനത്തിനിടെ 2021-22 വർഷങ്ങളിൽ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥികൾ ഉണ്ടായിരുന്നില്ല. തായ്ലൻഡ്, ഭൂട്ടാൻ, ജപ്പാൻ, US, അബുദാബി, വിയറ്റ്നാം, സിംഗപ്പൂർ, ഫിലിപ്പീൻസ്, മലേഷ്യ, ലാവോസ്, കംബോഡിയ, ബ്രൂണൈ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, ബെൽസാനാരോ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണ തലവന്മാർ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥികളായി പങ്കെടുത്തിട്ടുമുണ്ട്.